മനുഷ്യന്മാര് 4 വിധത്തിലായിരിക്കും. ഒന്ന് അബ്ദുസൗജ, ഭാര്യന്റെ അടിമ. മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ പെൺകൂസൻ എന്ന് പറയും. പെൺകൂസൻ എന്നാണ് അതിനെ പറ്റി പറയാം. അബ്ദുസൗജ, ഭാര്യന്റെ അടിമ. എന്താണ് പെണ്ണ് പറയണത് അതനുസരിച്ച് മുന്നോട്ട് പോകും. ഒന്ന്. രണ്ടാമത്തത് അബ്ദുദ്ദർഹം, പൈസന്റെ അടിമ. എന്ത് ചെയ്യുമ്പോഴും മൂപ്പര് ചിന്തിക്കല് മൂപ്പരിക്ക് എന്താ ലാഭം കിട്ടാന്ന്. എടാ ഉസ്താദിനെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കോ, 200 രൂപന്റെ അപ്പൊ മൂപ്പര് എന്തെങ്കിലും ഒരു തടസ്സം. ഒരു 2 കിലോ ആപ്പിൾ വാങ്ങിയിട്ട് വന്ന മോനെ 2 കിലോ 400 രൂപ, 1.5 കിലോ വാങ്ങിയ 100 കിലോ. മൂപ്പരും കാൽക്കുലേറ്ററും ഏട്ടനും അനിയനുമാണ്. അങ്ങനെയാണ് മൂപ്പരുടെ ഏത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ അവിടെ പോയാൽ എന്ത് കിട്ടും, ഞാൻ അവിടെ പോയാൽ എനിക്ക് അതൊക്കെ നഷ്ടമുണ്ടാവും, ചെലവ് വരാൻ സാധ്യത ഉണ്ടാവും. ഇതാണ് അബ്ദുദ്ദർഹം അല്ലെങ്കിൽ അബ്ദുദ്ദീനാർ, പൈസന്റെ അടിമ. മൂന്നാമത്തെ ആളുടെ ആരാ? അബ്ദുൽ ഹവാ, ശരീരത്തിന്റെ അടിമ. ഉറങ്ങണം വിചാരിച്ചു ഉറങ്ങലല്ലേ, എല്ലാവരും സൂബിന്റെ സമയല്ലേ, എനിക്ക് ഉറങ്ങണം ഉറങ്ങും. അങ്ങനെ ഉറക്കന്നെ. എത്രയാടാ തിന്നുന്നത്, ആരും തിന്നണം അങ്ങനെ. നാലാമത്തെ ആളാണ് അബ്ദുല്ലാ, അള്ളാഹുവിന്റെ അടിമ. അള്ളാഹുവിന്റെ അടിമകളുടെ പ്രത്യേകത എന്താ? അവരുടെ കൽബ് നല്ല തവാളുള്ള കൽബായിരിക്കും. എത്ര ഉന്നത സ്ഥാനത്തെത്തിയാലും അവര് ചിന്തിക്കുന്നത് മുഴുവനും അള്ളാഹുവിന്റെ അടിമയാണെന്നുള്ള ബോധം.